ഒരച്ഛന് ഇത്രയധികം ക്രൂരനാകാൻ സാധിക്കുമോ? തന്റെ ഇരട്ട കുട്ടികളെ ഉറക്കിക്കിടത്തിയ ശേഷം കഴുത്തറുത്ത് കൊന്നിരിക്കുന്നു. സെൻട്രൽ ഡൽഹിയിൽ ഒരു 19-കാരിയുടെ മരണമാണ് ചർച്ചയാകുന്നത്. എന്താണ് മരണകാരണമെന്ന് ഇപ്പോഴും വ്യക്തമല്ല. ഉത്തർപ്രദേശിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു 4 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊന്ന പ്രതിയെ പോലീസ് എൻകൗണ്ടറിലൂടെ കൊലപ്പെടുത്തി. ഈ വാർത്തകളെപ്പറ്റി വിശദമായി തന്നെ നമുക്ക് നോക്കാം. സ്വാഗതം നിഗൂഢതകളുടെ 20-ാം മണിക്കൂറിലേക്ക്. കാൺപൂരിലെ ഒരു അപ്പാർട്ട്മെന്റിൽ 11 വയസ്സുള്ള ഇരട്ട കുട്ടികൾക്ക് ഉറക്ക ഗുളിക നൽകിയ ശേഷം അവരെ കഴുത്തറുത്ത് കൊന്നിരിക്കുന്നു. കൃത്യം നടത്തിയതാകട്ടെ മരണം വരെ അവരെ സംരക്ഷിക്കുമെന്ന് അവർ വിശ്വസിച്ച സ്വന്തം പിതാവും. എന്താകും ആ കൊലപാതകത്തിന് പിന്നിലെ കാരണം? കാൺപൂരിലെ നൌബസ്ത പ്രദേശത്തെ കിദ്വായ് നഗറിലെ ത്രിമൂർത്തി അപ്പാർട്ട്മെന്റിലായിരുന്നു ശശിരഞ്ജൻ മിശ്രയും ഭാര്യ രേഷ്മയും 11 വയസ്സുള്ള ഇരട്ട പെൺമക്കളും 6 വയസ്സുള്ള മകനുമൊപ്പം താമസിച്ചിരുന്നത്. എന്നാൽ മറ്റെല്ലാ മനുഷ്യരെയും പോലെ ആയിരുന്നില്ല മിശ്രയുടെ സ്വഭാവം. കാൺപൂരിലെ ഒരു പാർലറിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് രേഷ്മയും മെഡിക്കൽ റെപ്രസെന്റേറ്റീവായ മിശ്രയും തമ്മിൽ കണ്ടുമുട്ടുന്നത്. ശേഷം 2014 ഇവർ വിവാഹം ചെയ്തു. തുടക്കത്തിൽ വളരെ സന്തോഷകരമായ ജീവിതമായിരുന്നെങ്കിലും ക്രമേണ മിശ്രയുടെ സ്വഭാവം മാറാൻ തുടങ്ങി. പലപ്പോഴും മദ്യപിച്ച് രേഷ്മയെ ആക്രമിക്കുന്നത് പതിവായി. മാത്രമല്ല, ഒരു സംശയരോഗി കൂടിയായിരുന്നു ഈ മിശ്ര. സംശയരോഗം കാരണം അയാൾ വീട്ടിലുടനീളം CCTV ക്യാമറകൾ സ്ഥാപിച്ചു. കൂടാതെ അവരുടെ ഇരട്ട കുട്ടികളായ പെൺമക്കൾ താമസിച്ചിരുന്ന മുറിയിലേക്ക് അമ്മയായ രേഷ്മയ്ക്ക് പോലും പ്രവേശനം നിഷേധിച്ചു. അങ്ങനെയിരിക്കെയാണ് മിശ്രയുടെ അമ്മ മരണപ്പെടുന്നത്. അമ്മയുടെ മരണത്തെ തുടർന്ന് മിശ്ര കുറച്ചു കാലമായി വളരെയധികം ഡിപ്രഷനിലൂടെയായിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത്. തന്റെ കുട്ടികളോടൊപ്പം മരിക്കണമെന്ന ചിന്ത അയാൾക്ക് പലപ്പോഴായി വരുമായിരുന്നു. അത് മിശ്ര തന്റെ ഭാര്യയോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ആ ചിന്തയാകാം ഒരുപക്ഷെ അയാളെ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. കഴിഞ്ഞ ദിവസം തന്റെ 2 പെൺമക്കൾക്കും അയാൾ ഉറക്ക ഗുളിക നൽകി. അവർ പൂർണ്ണമായും ഉറക്കത്തിലായെന്ന് മനസ്സിലാക്കിയ മിശ്ര സ്വന്തം മക്കളെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. പുലർച്ചെ 4:30ഓടെയാണ് ഈ കൊലപാതകത്തെ പറ്റിയുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത്. ഫ്ളാറ്റിലെത്തിയ പോലീസ് കണ്ടത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന പെൺകുട്ടികളെയായിരുന്നു. മിശ്ര തന്നെയായിരുന്നു ഈ കൊലപാതക വിവരം പോലീസിനെ അറിയിക്കുന്നത്. കുട്ടികളുടെ ഭക്ഷണത്തിൽ ഉറക്ക ഗുളിക കലർത്തി നൽകിയതടക്കം പിന്നീട് ഒരു ദിവസം മുൻപ് വാങ്ങിയ കത്തി ഉപയോഗിച്ച് കഴുത്തറുത്തതിലും പ്രതി കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടന്നു വരികയാണെന്നും ഫോറൻസിക് സംഘങ്ങൾ സംഭവസ്ഥലം പരിശോധിക്കുകയും തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തെന്നും डेप्यूटी पुलिस कमिश्नर दीपेंद्रनाथ चौधरी പറഞ്ഞു. मॉर्निंग में लगभग 4:30 बजे यूपी 112 के माध्यम से एक सूचना मिली कि त्रिमूर्ति अपार्टमेंट जो थाना नौबस्ता क्षेत्र अंतर्गत आता है, इसमें एक पिता ने अपने 2 पुत्रियां जिनकी उम्र लगभग 11 वर्ष से जुड़वा है, उनकी गला काट करके हत्या कर दी है. इस सूचना पर सभी अधिकारियों द्वारा घटनास्थल का निरीक्षण किया गया है और डॉग स्क्वाड फॉरेंसिक टीम द्वारा भी मौके का निरीक्षण किया गया है. इसमें दोनों डेड बॉडी घर के अंदर में पड़ी हुई हैं, जिनके गले पर कटे का निशान है और इसमें जो अभियुक्त उसका पिता है उसको गिरफ्तार कर लिया गया है और इसकी और गहराई से जांच की जा रही है. इसमें फिलहाल कानून व्यवस्था की कहीं कोई समस्या नहीं है और सारे अधिकारी हम मौके पर हैं. इसमें अभियुक्त को आज नियमानुसार जेल भेजा जाएगा और शव को पंचनामा के पश्चात पोस्टमार्टम हेतु भेजा जाएगा. ചോദ്യം ചെയ്യലിൽ തന്റെ പെൺമക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് അയാൾ പറഞ്ഞത്. മിശ്ര അറസ്റ്റിലായി മണിക്കൂറുകൾക്ക് ശേഷം രേഷ്മ മിശ്രയ്ക്ക് വധശിക്ഷ നൽകണമെന്ന ആവശ്യമുന്നയിച്ച് രംഗത്തെത്തി. ഇവരുടെ ഇരട്ട പെൺമക്കളെ ക്രൂരമായി കൊലപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹം ജീവിക്കാൻ അർഹനല്ല എന്നാണ് രേഷ്മ പറയുന്നത്. मेरा पति को फांसी का सजा दे आज के डेट में, बस मैं इतना ही चाहती. अब मैं इतना ही बोलना चाहती अभी. കൊലപാതകം നടന്ന രാത്രി വീടിനുള്ളിൽ നടന്ന സംഭവങ്ങളും ആ സമയത്ത് അവിടെയുണ്ടായിരുന്ന രേഷ്മ കുറ്റകൃത്യത്തെക്കുറിച്ച് എങ്ങനെ അറിഞ്ഞു എന്നതുൾപ്പെടെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഭാര്യയുടെ പരാതിയിൽ
നവബാസ്റ്റയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് വരെ സാധാരണ പോലെയായിരുന്നു വീട്ടിലെ കാര്യങ്ങൾ നടന്നിരുന്നതെന്നാണ് രേഷ്മ പോലീസിന് നൽകിയ വിവരം. അതോടൊപ്പം CCTV ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ അടക്കം പരിശോധിക്കുകയാണിപ്പോൾ പോലീസ്. വെറും 19 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി. അവളുടെ വിവാഹം കഴിഞ്ഞിട്ട് വെറും 3 മാസമേ ആകുന്നുള്ളൂ. കഴിഞ്ഞ ദിവസം അവളെ വീടിനുള്ളിൽ നിന്ന് പോലീസ് കണ്ടെത്തുന്നത് ജീവനറ്റ നിലയിലാണ്. എന്താകും ആ പെൺകുട്ടിക്ക് സംഭവിച്ചിട്ടുണ്ടാവുക? സെൻട്രൽ ഡൽഹിയിലാണ് സംഭവം നടക്കുന്നത്. ആനന്ദ് പർവ്വതയിലെ നയി ബസ്തി പ്രദേശത്താണ് ഈ 19കാരിയും അവളുടെ ഭർത്താവും താമസിച്ചിരുന്നത്. വെറും 3 മാസം മാത്രമേ ആയിട്ടുള്ളൂ വിവാഹം കഴിഞ്ഞിട്ട്. അങ്ങനെ ഇരിക്കെയാണ് ഇരുവരെയും കാണാതാകുന്നത്. ഏറെ നേരമായിട്ടും വീട്ടിൽ നിന്നും ഇരുവരെയും പുറത്ത് കാണാത്തതിനാലാകാം ഞായറാഴ്ച പ്രദേശവാസികളിൽ ആരോ പോലീസിന് വിവരമറിയിച്ചു. വീട്ടിലെത്തിയ പോലീസ് കാണുന്നത് മരിച്ചു കിടക്കുന്ന 19കാരിയായിരുന്നു. പ്രാഥമിക പരിശോധനയിൽ അവളുടെ കഴുത്തിൽ ചില പാടുകൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ മരണം ഒരു കൊലപാതകമായിരിക്കാമെന്ന സംശയത്തിലേക്ക് കൂടി പോലീസിനെ നയിക്കുന്നുണ്ട്. ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണോ എന്ന സംശയത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ പെൺകുട്ടിയുടെ ഭർത്താവ് ഒളിവിലാണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രധാന പ്രതിയായി പോലീസ് കണക്കാക്കുന്നതും ഭർത്താവിനെയാണ്. ഇയാൾക്കായുള്ള തെരച്ചിലും ഇപ്പോൾ പുരോഗമിക്കുകയാണ്. പ്രദേശവാസികളുടെ ചില പ്രതികരണങ്ങളിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം. सुबह यहाँ पे आए तो फोन चलाया था मैं आराम से, कोई दिक्कत की बात नहीं थी। 11 बजे बच्ची आई, बोले भैया गेट खोल दो, गेट खुल नहीं रहा है। तो गेट खोला तो वो लेटी पड़ी थी, सो रही होगी, पानी फेंके वो उठी नहीं, पैर हिलाया उठी नहीं, तो फिर लगा के वो मर गई है। सांस चल रही थी, देखने लग रहा था। फिर चिल्लाया मैंने तो सब जितने घर वाले थे अंदर आए थे सब नीचे आ गए और बस आके देख रहे हैं। फिर उन्होंने बुलाया मकान मालिक को, उन्होंने पुलिस को बुलाया था। मैं तो खाना वाना बना के सर ये कुंडी लगा हुआ था बाहर से, तो पूरे जितने किराएदार है सबको यही पता था कि जो है ये कहीं गए होंगे। सबके हिसाब से कोई देखा होगा कि अभी तक कुंडी खुला नहीं, क्या बात है, लोग कोई भी रहा होगा देखे होंगे। फिर इसके बाद कुंडी खोले, देखे लड़की वैसे पड़ी थी, मार दिया था उसको, लेकिन मारते समय उसे कोई नहीं देखा था। പെൺകുട്ടിയുടെ ഭർത്താവിനെ കണ്ടെത്തുന്നതിനായി CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചു വരികയാണിപ്പോൾ പോലീസ്. മരണത്തിലേക്ക് നയിച്ച കാരണം കണ്ടെത്തുന്നതിനായി അന്വേഷണ സംഘം സംഭവസ്ഥലം പരിശോധിക്കുകയും ഫോറൻസിക് തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ പ്രതിയെ കണ്ടെത്തുന്നതിനായി ഒന്നിലധികം സംഘങ്ങൾ രൂപീകരിച്ചിട്ടാണുള്ളത്. ഇയാൾ പോകാനിടയുള്ള സ്ഥലങ്ങളിലടക്കം പരിശോധനയും നടക്കുന്നുണ്ട്. ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ 4 വയസ്സുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ പ്രതിയെ പോലീസ് വെടിവെച്ച് കൊന്നിരിക്കുന്നു. ഈ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഉത്തർപ്രദേശിലെ ഗാസിയാബാദ് ജില്ലയിൽ ഞായറാഴ്ച രാത്രി നടന്ന പോലീസ് ഏറ്റുമുട്ടലിലാണ് 4 വയസ്സുള്ള മരുമകളെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ 55 വയസ്സുകാരൻ പോലീസ് എൻകൗണ്ടറിൽ കൊല്ലപ്പെടുന്നത്. പോലീസും ക്രൈംബ്രാഞ്ചും നടത്തിയ സംയുക്ത ഓപ്പറേഷനിൽ 50,000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്ന പ്രതി ജീഷാനെ കണ്ടെത്തുകയായിരുന്നു. എന്നാൽ അറസ്റ്റ് ഒഴിവാക്കാനായി ഇയാൾ പോലീസിന് നേരെ വെടിയുതിർത്തതോടെയാണ് ഇയാൾക്ക് നേരെ പോലീസിന് വെടിയുതിർക്കേണ്ടി വന്നത്. कमिश्नरेट गाजियाबाद के अंतर्गत दिनांक 11 तारीख को एक बच्ची के साथ दुष्कर्म करके उसकी हत्या कर दी गई थी और उसका शव छुपा दिया गया था। पुलिस को जैसे ही सूचना प्राप्त हुई है, पुलिस ने तत्काल सुसंगत धाराओं में मुकदमा पंजीकृत किया है और इस केस को इन्वेस्टिगेशन के दायरे में लाया है। और उसमें जो प्रारंभिक तथ्य सामने आए हैं वो बच्ची का जो सगा मामा जसीम उर्फ छोटू था, उसी
ने इस घटना को कारित किया था। पुलिस टीम के द्वारा लगातार उसकी तलाश अभियान किया जा रहा था। उसके ऊपर 50,000 रुपये इनाम की भी घोषणा थी। आज पुलिस को मुखबिर से यह सूचना प्राप्त हुई थी कि आज वो टीला मोड़ क्षेत्र में अपने कुछ साथियों के साथ देखा गया है। इसी क्रम में स्वाट टीम को निर्देशित किया गया था कि वो यहाँ पर बैरियर लगाकर चेकिंग अभियान चलाएं, उसे पकड़ने का प्रयास करें। यहाँ पे बंथला नहर कट के पास में वो पुलिस टीम को दिखाई देता है। पुलिस टीम ने जब उसे रोकने का प्रयास किया तो उसने पुलिस टीम पर फायर कर दिया। पुलिस टीम ने भी आत्मरक्षार्थ गोली चलाई है, जिसमें जीसम उर्फ छोटू को गोली लगी है और अस्पताल ले जाते समय इलाज के दौरान उसकी मृत्यु हो गई है। പോലീസ് പറയുന്നതനുസരിച്ച് ഏപ്രിൽ 11 ഉച്ചയ്ക്ക് 12 മണിയോടെ കുട്ടിക്ക് മിഠായി വാങ്ങി തരാമെന്ന് പറഞ്ഞ് ജിഷാൻ വീടിന് പുറത്തു നിന്ന കുട്ടിയെ തന്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് ബലാത്സംഗം ചെയ്ത ശേഷം ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപാതക ശേഷം പ്രതി മൃതദേഹം തോളിൽ ചുമന്ന് ഷാലിമാർ ഗാർഡൻ പോലീസ് സ്റ്റേഷൻ പ്രദേശത്തെ റോഡിൽ ഒരു കാറിനടിയിൽ ഉപേക്ഷിച്ച ശേഷം അയാൾ ഓടി രക്ഷപ്പെട്ടു. 2 ദിവസം മുൻപ് ഡൽഹിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ CCTVയിൽ ഇയാളുടെ ദൃശ്യം പതിഞ്ഞിരുന്നു. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ലോണിയിലെ ബന്ദ്ല കനാലിനടുത്ത് ആരെയോ കാണാൻ പ്രതി പദ്ധതിയിട്ടിരുന്നതായി പോലീസിന് സൂചന ലഭിച്ചു. ഇതേ തുടർന്ന് ടീലാമോർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു സംഘം പോലീസുകാർ സ്ഥലത്താകെ പരിശോധനയും ആരംഭിച്ചു. ഇതിനിടെ പോലീസിനെ കണ്ട് ഭയന്ന ജിഷാൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും പിന്നീട് പോലീസിന് നേരെ വെടിയുതിർക്കുകയുമായിരുന്നു. പിന്നീട് ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. പരിക്കേറ്റ ഹെഡ് കോൺസ്റ്റബിൾമാരായ അമിത്, ഇക്ബാൽ എന്നിവർ അപകടനില തരണം ചെയ്തിരിക്കുകയാണ്. പ്രതിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിട്ടുണ്ടെന്നും ഇയാളുടെ കൈവശം ആയുധങ്ങളും വെടിയുണ്ടകളും ഉണ്ടായിരുന്നെന്നും ഇത് പോലീസ് കണ്ടെടുത്തിട്ടുണ്ടെന്നും പിന്നീട് പോലീസ് വ്യക്തമാക്കി. ഇടവേള. കിഴക്കൻ ഡൽഹിയിൽ പാർക്കിങ്ങിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിനിടെ ഒരു കൊലപാതകം നടന്നിരിക്കുന്നു. പ്രതിക്കായുള്ള പോലീസിന്റെ തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. പ്രീത് വിഹാറിലാണ് സംഭവം നടക്കുന്നത്. ഇന്ന് പുലർച്ചെ തന്റെ സഹോദരൻ പരസ് നയ്യാറിനെ കാണാൻ നോയിഡയിൽ നിന്നെത്തിയതായിരുന്നു 34-കാരനായ പങ്കജ് നയ്യാർ. എന്നാൽ അവിടെ വെച്ച് പ്രദേശത്തെ താമസക്കാരനായ ഗൗരവ് ശർമ്മയുമായി പാർക്കിങ്ങിനെ ചൊല്ലി തർക്കത്തിലാവുകയായിരുന്നു. പോലീസ് പറയുന്നതനുസരിച്ച് ശർമ്മയ്ക്കൊരു BMW-വും ടൊയോട്ട ഫോർച്യൂണറും സ്വന്തമായിട്ടുണ്ട്. അവിടെ വാടകയ്ക്കായിരുന്നു ശർമ്മ താമസിച്ചിരുന്നത്. എന്നാൽ ഒരു വാഹനത്തിന് മാത്രമേ അവിടെ പാർക്കിംഗ് സ്ഥലം അനുവദിച്ചിരുന്നുള്ളൂ. ശർമ്മയുടെ BMW കാർ നേരത്തെ തന്നെ ആ സ്ഥലത്ത് പാർക്ക് ചെയ്തിരുന്നു. ബാക്കിയുണ്ടായിരുന്ന സ്ഥലത്താണ് പങ്കജ് തന്റെ വാഹനം പാർക്ക് ചെയ്തിരുന്നത്. രാത്രി വൈകി ശർമ്മ വീട്ടിലെത്തിയതോടെ തന്റെ വാഹനം പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാതെ വന്നതോടെയാണ് തർക്കം ആരംഭിച്ചത്. को लेकर सुबह मेरे कजन और नीचे किराएदार रहता है उसके गौरव शर्मा, उनके बीच में कुछ बात हुई है। वो पहले गाली गलौज करने लगा, नशे में बिल्कुल धुत था वो बंदा, और आकर उसने उल्टा ही पहले बोला और फिर मेरा कज़न नीचे उतर आया। दो कज़न है मेरे, पारस और पंकज, वो नीचे उतर आए तो लोगों ने झगड़े को यहाँ आके निपटा दिया। और हम लोग भी शरीफ आदमी हैं, हम लोग भी झगड़े को ज़्यादा खींचते नहीं हैं। उसके बाद वो फिर थोड़ी देर बाद फिर आया और प्री प्लान से आया। उसके बाद उसके साथी भी थे, उसने आके फिर गाली गलौज करना शुरू कर दिया। तो गाली गलौज की बात सुनकर मेरे कज़न जो है दोनों नीचे उतर आए। उसने पहले हाथापाई करी और फिर मेरे पंकज नैयर को गोली मार दी। उसकी यहीं पे डेथ हो गई। पुलिस आरोपी को फरार बता रही है कि सारे आरोपी फरार चल रहे हैं, क्योंकि उसके साथ गौरव के साथ और भी बंदे थे। ഇരു സഹോദരന്മാരും ശർമ്മയും തമ്മിലുള്ള തർക്കം വളരെ പെട്ടെന്നായിരുന്നു വളർന്നത്.
വഴക്കിനിടെ ശർമ്മ തന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കുപയോഗിച്ച് പങ്കജിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. വെടിയേറ്റയുടൻ പങ്കജ് നെയ്യാർ സംഭവസ്ഥലത്ത് കുഴഞ്ഞു വീണു. വിവരമറിഞ്ഞ് പോലീസ് എത്തി പങ്കജിനെ സമീപത്തെ മാലിക് റാഡ്സ് ഹെൽത്ത് കെയർ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും പങ്കജ് അപ്പോഴേക്കും മരിച്ചിരുന്നു. വെടിയുതിർത്തതിന് പിന്നാലെ തന്നെ ശർമ്മ സ്ഥലത്തു നിന്നും രക്ഷപ്പെടുകയും ചെയ്തു. നിലവിൽ അയാൾ ഒളിവിലാണ്. ഭാരതീയ ന്യായ സംഹിത, ആയുധ നിയമം എന്നിവയിലെ പ്രസക്തമായ വകുപ്പുകൾ പ്രകാരം പ്രീത് വിഹാർ പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രതികളെ എത്രയും വേഗം കണ്ടെത്തി അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് പോലീസ് വ്യക്തമാക്കി. ഡൽഹിയിൽ ഒരു അച്ഛനെയും മകനെയും അയൽക്കാരൻ കുത്തി കൊലപ്പെടുത്തി. സാമ്പത്തിക തർക്കത്തെ തുടർന്നുണ്ടായ വൈരാഗ്യമായിരുന്നു ഈ കൊലപാതകത്തിന് പിന്നിലെ കാരണം. ദക്ഷിണ ഡൽഹിയിലെ അലക്നന്ദ പ്രദേശത്തെ ഒരു റെസിഡൻഷ്യൽ കോംപ്ലക്സിൽ വെച്ചാണ് 62 വയസ്സുകാരനായ രാകേഷ് സൂദും അദ്ദേഹത്തിന്റെ 27 വയസ്സുള്ള മകൻ കരൺ സൂദും ദാരുണമായി കൊല്ലപ്പെടുന്നത്. വൈകുന്നേരം 6 മണിയോടെയാണ് ഇരുവരുടെയും അയൽക്കാരനായ പ്രതി ആസാദ് ഇവരുടെ വീട്ടിലേക്ക് എത്തുന്നത്. വീട്ടിലെത്തിയ ആസാദും കരണും തമ്മിൽ പിന്നീട് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് തർക്കമായി. ആ തർക്കത്തിനൊടുവിൽ ആസാദ് തന്റെ കയ്യിലുണ്ടായിരുന്ന മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് കരണിനെ ആക്രമിച്ചു. ആക്രമണത്തിനിടയിലേക്ക് തന്റെ മകനെ രക്ഷിക്കാനായി രാകേഷ് സൂദും ഇടപെട്ടതോടെ ഇരുവരെയും ആസാദ് ക്രൂരമായി കുത്തി പരിക്കേൽപ്പിച്ചു. ഇതേസമയം ഈ സംഭവമൊക്കെ കണ്ടുനിന്നിരുന്ന ഇവരുടെ ബന്ധുവായ രാഹുലിനും ഈ ആക്രമണത്തിൽ പരിക്കേറ്റു. സംഭവത്തിൽ റെസിഡൻഷ്യൽ കോംപ്ലക്സിന്റെ സെക്യൂരിറ്റിയുടെ പ്രതികരണത്തിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം. 6:30 पौने 7 के बीच की घटना है सर. हम लोग गेट में थे तो एक डिलीवरी बॉय ने जा कर के हमको गेट में बताया कि डॉक्टर साहब एम्बुलेंस मंगवाइए जल्दी से. तो हमने कहा क्या हो गया? का अंदर चाकूबाजी, किसी के चाकू मार दिया. तो हम दौड़ करके गेट से यहाँ आए तो करण नीचे यहाँ पर पड़ा हुआ था, उससे ब्लड निकल रहा था और ऊपर से उनके पापा को ला रहे थे, उनकी भी चाकू वाकू लगी थी. और इसके बाद हमने उनको गाड़ी में बैठाला है और अस्पताल ले गए सर. ये उनके पापा बिल्डर थे और करण अकेले लड़का है. 2 बहनें हैं उनकी. बहन शायद एडवोकेट है. वो शायद उनके बुआ का लड़का है. उनके बुआ का लड़का आया हुआ था घर पे, तो उनके बुआ के लड़के के രാത്രി 9:30 വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തുന്നത്. പോലീസ് എത്തിയപ്പോൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അച്ഛനെയും മകനെയുമാണ് അവർ കാണുന്നത്. ഉടൻ തന്നെ 3 പേരെയും മാക്സ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രാകേഷും കരണും അല്പസമയത്തിനകം തന്നെ മരണപ്പെട്ടു. കഴുത്തിനും മറ്റ് ശരീരഭാഗങ്ങളിലുമേറ്റ ആഴത്തിലുള്ള മുറിവുകളായിരുന്നു ഇരുവരുടെയും മരണകാരണം. ബന്ധുവായ രാഹുൽ ഇപ്പോഴും ചികിത്സയിലാണ്. പ്രതിയായ ആസാദ് സിദ്ദിഖിയുമായി നേരത്തെ ഉണ്ടായിരുന്ന തർക്കങ്ങളെ തുടർന്നുണ്ടായ ദീർഘകാല ശത്രുതയാണ് സംഭവത്തിന് കാരണമെന്നാണ് പോലീസും വ്യക്തമാക്കുന്നത്. ആക്രമണത്തിന് പിന്നാലെ തന്നെ പ്രതിയായ ആസാദ് സ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെട്ടിരുന്നു. ആക്രമിക്കപ്പെട്ട രാഹുലിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. 3 പേരെയും ആശുപത്രിയിൽ എത്തിച്ചതിന് പിന്നാലെ തന്നെ പോലീസ് അയാൾക്കായുള്ള തെരച്ചിൽ ആരംഭിച്ചു. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ അടക്കം നിരീക്ഷിച്ച പോലീസ് അധികം വൈകാതെ തന്നെ ആസാദ് രക്ഷപ്പെട്ട വഴിയും കണ്ടെത്തി. വൈകാതെ തന്നെ ഇയാളെ പിടികൂടുകയും ചെയ്തു. कल दक्षिण जिले के थाना CR पार्क में हमें करीब 9:20 पे 17 तारीख को सूचना मिली कि 2 विक्टिम्स हैं जो कि मैक्स सुपर स्पेशलिटी हॉस्पिटल में ब्रॉड डेड डिक्लेयर किए गए हैं और जो तीसरे विक्टिम हैं जो सर्वाइवर हैं वो उनके रिलेटिव हैं और उनका इलाज मैक्स में जारी था. जो विक्टिम है सर्वाइवर, उनका जब स्टेटमेंट लिया गया तो पता चला कि जो अक्यूज्ड है असद सिद्दीकी, वो आरोपी ने करीब 6 बजे जो तीनों विक्टिम्स हैं उनको स्टैब किया था. और इस स्टेटमेंट के तहत उपयुक्त धाराओं में पुलिस स्टेशन CR पार्क में FIR दर्ज की गई है. जो दक्षिण जिले की टीम्स हैं, चाहे CR पार्क थाने की हो चाहे जो स्पेशल टीम्स हैं, उन्होंने बहुत मेहनत की और टेक्निकल सर्वेलेंस और डिजिटल फुटप्रिंट और मैनुअल इंटेलिजेंस के थ्रू जो आरोपी है असद सिद्दीकी, इसको गिरफ्तार कर लिया. और जिस गाड़ी का आरोपी ने प्रयोग किया था सीन ऑफ क्राइम से भागने के लिए, उसको भी कब्जे में ले लिया गया है.
जो मोटिव ऑफ ऑफेंस है वो पैसे की लेन देन बताया जा रहा है और जो आरोपी है इसके ऊपर पहले भी 2005 में पुलिस स्टेशन संगम विहार में एक FIR दर्ज है। ഇതോടൊപ്പം കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാൻ പ്രതി ഉപയോഗിച്ച വാഹനവും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. അതേസമയം 2005-ൽ സംഗം വിഹാർ പോലീസ് സ്റ്റേഷനിൽ പ്രതിക്കെതിരെ മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടെ 20th അവർ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.